72ാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയുടെ അവസാന മത്സരത്തിലേക്ക് കടക്കുകയാണ്. 2026 നടന്ന ഈ ജലമേളയ്ക്ക് 72ാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളിക്ക് 5 മിനിറ്റിനുള്ളിൽ തിരശ്ശീല വീഴും. മുഴുവൻ വള്ളംകളി പ്രേമികളും ഇതിനു വേണ്ടി ഒരുപാട് രാവും പകലും ബുദ്ധിമുട്ടിയവരും അവരുടെ എല്ലാം പരിശ്രമത്തിൻ്റെ ഫലം നമുക്കിപ്പോൾ 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഈ ജലമേള സസന്തോഷം പര്യവസാനിക്കും. അത് കഴിഞ്ഞാൽ സമ്മാനദാനമാണ്. ഈ വേദിയിൽ കടന്നു വന്ന് സമ്മാനം വാങ്ങുന്നത് ജയിച്ച വള്ളത്തിൻ്റെ ക്യാപ്റ്റനും മറ്റൊരാളും മാത്രമായിരിക്കണം. സമ്മാന വേദിയിൽ ഉണ്ടാകുന്ന എല്ലാ അച്ചടക്ക ലംഘനവും തങ്ങളുടെ വിജയത്തെയും തങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങളെയും ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും അച്ചടക്കരാഹിത്യം ഈ സമ്മാനദാന വേദിയിൽ ഉണ്ടാവരുത്. ബഹുമാന്യരായ സംസ്ഥാനത്തിൻ്റെ ആദരണീയരായ മന്ത്രിമാർ ശ്രീ PC വിഷ്ണുനാഥ്, ശ്രീ M ലിജു, കേരളത്തിൻ്റെ ബഹുമാന്യയായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ആദരണീയനായ നമ്മുടെ MP ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, നമ്മുടെ ബഹുമാന്യരായ MLA മാർ ശ്രീ AD തോമസ്, ശ്രീ റജി ചെറിയാൻ, ബഹുമാന്യനായ കേരളത്തിൻ്റെ DGP ശ്രീ റവദ ചന്ദ്രശേഖർ IPS തുടങ്ങി ശ്രീ കുട്ടനാട് MLA ശ്രീ റജി ചെറിയാൻ, ബഹുമാന്യരായ നിരവധി വിശിഷ്ടാതിഥികൾ, വ്യവസായ പ്രമുഖർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രബലർ ഒത്തിരി പേർ ഇന്ന് ഈ സമ്മാനദാനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ ഈ ഇന്നത്തെ മഹാമേളയ്ക്ക് തിരശ്ശീല വീഴാൻ പോവുകയാണ്. ഇതിന് അതിമനോഹരമായി ദൃക്സാക്ഷി വിവരണം പറഞ്ഞ ശ്രീ ഷൈജു ദാമോദരൻ, ശ്രീ ജോളി, ശ്രീ സജി തുടങ്ങി ഒരുപാട് പേരുടെ നിരന്തരമായ പ്രയത്നം നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. മത്സരം ആരംഭിക്കുന്നു. താങ്ക് യു സാർ. അങ്ങനെ പുന്നമടയിൽ പൊടിപ്പൂരം, പകൽപൂരം, ജഗതപൂരം, കൊമ്പന്മാർ കൊമ്പ് കോർക്കുവാൻ പോകുന്നു. യുദ്ധക്കളമായി മാറുവാൻ പോകുന്നു. യുദ്ധക്കളത്തിന് ഇതാ പുന്നമടയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് കാട്ടുതീ പോലെ ആഞ്ഞടിക്കുകയാണ്. 1 മേൽപ്പാടം, 2 വീയപുരം, 3 അരോമ, 4 നടുഭാഗം. ശേഷം വിവരണത്തിന് മൈക്ക് ഷൈജു ദാമോദരനിലേക്ക്. ഹൃദയമിടിപ്പുകൾ ഉയരുന്നു, ആത്മവിളികൾ കാക്കമേറുന്നു. ഈ കാണുന്ന കാഴ്ചകളിലെല്ലാം ഒരു സംഗീതമുണ്ട്, താളമുണ്ട്, ഈണമുണ്ട്. എല്ലാറ്റിനും പിന്നിൽ ഒരു പകയുണ്ട്, പോരാട്ടമുണ്ട്, മത്സരമുണ്ട്. ഒരുമയുടെ പെരുമയുടെ സഹനത്തിന്റെ സമർപ്പണത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ നീണ്ട കാത്തിരിപ്പും തയ്യാറെടുപ്പും ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയായിരുന്നു. കണ്ണു ചിമ്മാണ്ട് ചങ്കുപിടച്ച് ഞരമ്പിലെ തീയും പിടിച്ച് ഓരോ വള്ളംകളിക്കാരനും കാത്തിരിക്കുന്നത് ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം. Because something special is coming today. Somebody will make immortality by the narrowest of margins. Somebody may produce a comeback that people will remember for years. Somebody will discover that brutal millimeter separating victory from heartbreak, and somebody will write their name into history. ആരാണ് ചരിത്രത്തിൽ തങ്ങളുടെ പേരെഴുതാൻ പോകുന്നത്? മേൽപ്പാടമാണോ, വീയപുരമാണോ, അരോമയാണോ, നടുഭാഗമാണോ? ഫൈനൽ 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശകരമായ ഫൈനൽ. ട്രാക്ക് 1 മേൽപ്പാടം, ട്രാക്ക് 2 വീയപുരം, ട്രാക്ക് 3 അരോമ, ട്രാക്ക് 4 നടുഭാഗം. വാട്ടർ റേസ്, വാട്ടർ റേസ്, വാട്ടർ റേസ്. ഓവർ ടു സജി. താങ്ക് യു ശ്രീ ഷൈജു ദാമോദരൻ. 72ാമത് നെഹ്റു ട്രോഫി മത്സരത്തിന്റെ ഫൈനൽ മത്സരം. 1 മേൽപ്പാടം, 2 വീയപുരം, 3 അരോമ, 4 നടുഭാഗം. ഇടിമിന്നലിന്റെ ഗാംഭീര്യവുമായി മേൽപ്പാടം പള്ളാത്തുരുത്തി ഒട്ടപ്പിന്റെ മേൽപ്പാടമെങ്കിൽ 2ാം ട്രാക്കിൽ വീയപുരം അലമാലകൾ അലതല്ലുന്ന സാഗരത്തിന്റെ ഗരിമയുമായി ഇതാ വീയപുരം. കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ UBC കൈനഗരി ഫാൻസ് ക്ലബ്ബ് തുഴയുന്നു. 3 അരോമ
നടുഭാഗവും പൊനിഞ്ഞ് കൊത്തി പാഞ്ഞു വരുന്ന കാഴ്ച എന്തൊരു ഉത്സാഹമാണ്, എന്തൊരു ഉന്മേഷമാണ്. തീരങ്ങളിൽ നിന്ന് ഉയരുന്ന ആയിരങ്ങളുടെ ആരവം ആവേശമന്ത്രമാക്കി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് മേൽപ്പാടം വിയപുരം അരോമ നടുഭാഗം ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ ഡി സജി ഹരിപ്പാട്. ആവേശകരമായ 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ കലാശ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ പുന്നമളയിലൂടെ പാഞ്ഞെടുക്കുന്ന 4 പടക്കപ്പലുകൾ, 4 യുദ്ധവീരന്മാർ. ഇതാ 1-ൽ മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, 2-ൽ വീയപുരം UBC കൈനഗരി, 3-ൽ അരോമ ബോട്ട് ക്ലബ്ബ്, 4-ൽ നടുഭാഗം പുന്നമള ബോട്ട് ക്ലബ്ബ്. ഒരുപോലെ ഇതാ മേൽപ്പാടം ഇല്ല, വീയപുരം ഇല്ല, അരോമ നടുഭാഗം, മേൽപ്പാടം വീയപുരം നടുഭാഗം അരോമ, പള്ളാത്തുരുത്തി UBC അരോമ പുന്ന BBC. ഇതാ നിങ്ങളത് കാണുക, ഘടികാരങ്ങൾ നിലയ്ക്കുന്നു. അരോമയാണ്, വീരമാണ്, അരോമയാണ്, വീരമാണ്, നടുവാണ്, മേൽപ്പാടമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. അരോമ വീരു, മേൽപ്പാടം അരോമ വീരു, മേൽപ്പാടം അരോമ വീരു, മേൽപ്പാടം അരോമ വീരു, മേൽപ്പാടം. What a race! Oh my goodness! Wonderful performance, boat race in Kerala. Wonderful performance. പുന്നമടക്കായൽ ഇത് നെഹ്റു ട്രോഫി. അതേ ഷൈജു, യെസ്, ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ വിജയം വെറുതെയായിരുന്നില്ല എന്ന് അരോമ തെളിയിക്കുകയാണ്. പക്ഷേ ഫൈനൽ റിസൾട്ട് വരാനിരിക്കുന്നു. നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പോകുന്നു. നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പോകാനുള്ള സാധ്യത തീരുമാനിക്കട്ടെ എന്ന് ജഡ്ജസ് പറയും. ലോകമുറ്റു നോക്കുന്നത് വാട്ടർ റേസ്. അരോമയും വീയപുരവും നടുഭാഗവും മേൽപ്പാടവും ഇഞ്ചോടിഞ്ച് പോരാടിയ മില്ലിമീറ്റർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മില്ലിമീറ്റർ അതിന് പോരാടിയ ഫൈനൽ മത്സരമാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇല്ല, നമുക്ക് കഴിയില്ല, നമ്മൾ പറയുന്നുമില്ല. ലോകത്തെ എല്ലാ ഫോട്ടോ ഫിനിഷ് ക്യാമറകളും ഓവർ ടു ദ തേർഡ് അമ്പയർ. അതെ, മേൽപ്പാടവും വീയപുരവും അരോമയും നടുഭാഗവും, അതെ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബും UBC കൈനകരിയും അരോമ ബോട്ട് ക്ലബ്ബും BBC പുന്നമടയും തമ്മിൽ പോരാടി. അത് ജഡ്ജസ് ഔദ്യോഗികമായി വിധി കൽപ്പിക്കും. അതുപോലെ അത്ര സുന്ദരമായ പുന്നമടക്കായലിനെ കോരിത്തരിപ്പിച്ച ഒരു ഫൈനലായിരുന്നു 2026 ടാറ്റ മോട്ടോഴ്സ് നെഹ്റു ട്രോഫി ബോട്ട് റൈസ് ഇവിടെ അരങ്ങേറിയത്. ഇനിയും പ്രധാന പവലിയനിലേക്ക് മൈക്ക് ഞങ്ങൾ കൈമാറുന്നതിന് തൊട്ടു മുൻപ് ഈ പ്രധാന വേദിയിൽ കമന്ററി ബോക്സിൽ ഷൈജു ദാമോദരൻ, ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ്, ഡി സജി ഹരിപ്പാട്, ബിനോയ് ജയത്തോട്ടക്കാട്, അതുപോലെ രാവിലത്തെ സെക്ഷനില് ഫാദർ സിറിൽ ജോസഫ് എന്നിവരായിരുന്നു. ഇനിയും ഷൈജു ദാമോദരനിലേക്ക് മൈക്ക്. ആവേശഭരിതമായ ടാറ്റ മോട്ടോഴ്സ് 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഏറ്റവും തീപ്പൊരി പോലെയുള്ള ഒരു ഫിനിഷ് തന്നെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഫൈനൽ മത്സരം ഇഞ്ചോടിഞ്ച്, സെന്റിമീറ്ററോട് സെന്റിമീറ്റർ, മില്ലിമീറ്ററോട് മില്ലിമീറ്റർ. ആരാണ് ജേതാവെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം, ക്യാമറ കണ്ണുകൾക്ക് പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത വിധം വേഗത്തിന്റെ എല്ലാ സെക്കൻഡ് സ്വിച്ചുകളെയും തോൽപ്പിച്ച 72ാമത് നെഹ്റു ട്രോഫിക്ക് ഇതിൽ പരം ഒരു സമാപന ദൃശ്യമില്ല. സമ്പൂർണ്ണമാണ് നെഹ്റു ട്രോഫി.